നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് ഡിജിപി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം. എഡിജിപി സന്ധ്യയുമായും ക്രൈംബ്രാഞ്ച് ഐജി ദിനേന്ദ്ര കശ്യപുമായും ഡിജിപി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി സുനിൽ ചേരുകയാണ്. സുനിൽ, ഏറെ നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുകയാണോ? ഡിജിപി ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ എന്ന് പറയുമ്പോൾ അന്വേഷണത്തിന്റെ ദിശ എങ്ങോട്ടാണ്? തെളിവുകളൊക്കെ തന്നെ, സാക്ഷി മൊഴികളൊക്കെ തന്നെ സാംശീകരിക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ പുതിയ നിർദ്ദേശം? പ്രതീക്ഷ, കൊച്ചിയിൽ സിനിമാ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്താനാണ് ഡിജിപി ലോക്നാഥ് ബെഹ്റ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പ്രത്യേക കേന്ദ്രത്തിൽ കൂടിക്കാഴ്ച നടത്തിയത്. തിരുവനന്തപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ കേസന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന എഡിജിപി ബി സന്ധ്യ, അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് നോർത്ത് സോൺ ഐജി ദിനേന്ദ്ര കശ്യപ്, മധ്യമേഖല ഐജി എന്നിവരുമായി ഡിജിപി കേസിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. കേസ് ഡയറി വിളിച്ചു വരുത്തി പരിശോധിച്ച ഡിജിപി കേസന്വേഷണത്തിൽ ഐജിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് അതൃപ്തി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഐജി ദിനേന്ദ്ര കശ്യപിനോട് ഉടൻ കൊച്ചിയിലെത്താനും കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ദുരൂഹത 5 ദിവസത്തിനുള്ളിൽ നീക്കാനും ഡിജിപി നിർദ്ദേശിച്ചു. അതോടൊപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം ഡിജിപി സന്ധ്യയുടെ നേതൃത്വത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നിന്നുകൊണ്ട് അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം പല കേന്ദ്രങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഡിജിപി നൽകിയിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം നടത്താനും കേസിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനുമാണ് ഇപ്പോൾ ഡിജിപി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുനിൽ, ഈ അന്വേഷണത്തെ, ഇപ്പോൾ ഇതുവരെ ലഭിച്ചിരിക്കുന്ന അന്വേഷണത്തെ ഈ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഡിജിപി അടക്കം ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? കാരണം അടിക്കടി ഓരോ തെളിവുകളെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള സാക്ഷ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം വരുന്നു, മൊഴികളൊക്കെയും വരുന്നു. കൊച്ചിയിൽ നടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തമായ രീതിയിൽ തന്നെ വ്യക്തമായും ഇപ്പോഴത്തെ അന്വേഷണ രീതിയെ വിലയിരുത്തിയതിനു ശേഷമാണോ ഡിജിപി ഇങ്ങനെ ഒരു അഭിപ്രായം ഈ 2ാം ഘട്ടത്തിലേക്കുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ചാർജ് എടുത്ത ലോക്നാഥ് ബെഹ്റ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗതി വിലയിരുത്താനാണ് ഈ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലാണ് കേസിന്റെ പുരോഗതി ഇവരുമായി സംസാരിച്ചിരുന്നു. ആരെയൊക്കെയാണ് ചോദ്യം ചെയ്തത്? കഴിഞ്ഞ ദിവസം 3 പേരെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ കൊച്ചിയിൽ നടന്നിരുന്നു. ഈ ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? അതനുസരിച്ച് നിങ്ങൾ തുടരന്വേഷണം നടത്തിയോ? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ളത്? അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, കത്തിലൂടെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിജിപി ചോദിച്ചറിയുകയായിരുന്നു ഉദ്യോഗസ്ഥരിൽ നിന്ന്. അതിനുശേഷമാണ് കേസിന്റെ ഡയറി വിളിച്ചു വരുത്തി പരിശോധിച്ചത്. ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഐജിയുടെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിൽ ഉണ്ടാകണം. ക്രൈംബ്രാഞ്ച് ഐജി ദിനേന്ദ്ര കശ്യപിനാണ് അന്വേഷണ ചുമതല. എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചിയിലെത്തി കേസുമായി ബന്ധപ്പെട്ട ദുരൂഹത 5 ദിവസത്തിനുള്ളിൽ നീക്കാനും ഡിജിപി നിർദ്ദേശിക്കുകയായിരുന്നു. കേസന്വേഷണം എല്ലാ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം പല കേന്ദ്രങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു, പലതരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. ഈ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേസന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് എത്രയും വേഗം കടക്കണം എന്നുള്ള ഒരു അടിയന്തര നിർദ്ദേശമാണ് ഡിജിപി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശരി സുനിലാണ് ഡിജിപിയുടെ വാക്കുകൾ സംബന്ധിച്ച് അന്വേഷണത്തിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഡിജിപിയുടെ പ്രതികരണം സംബന്ധിച്ചും വിശദാംശം നൽകിയത്. ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ നിർണായക ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. തമ്മിൽ കണ്ട 2016 നവംബർ 13 ഇരുവരും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നതായും പോലീസിന്റെ സ്ഥിരീകരണം. ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ജോർജേട്ടൻസ്പുരം ചിത്രീകരിച്ച കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബിലാണ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് കാവ്യയുടെ കടയിൽ ഏൽപ്പിച്ചെന്ന് സുനിയുടെ മൊഴിയുമുണ്ട്. വിജീഷാണ് കാർഡ് കടയിൽ ഏൽപ്പിച്ചതെന്നും സുനിയുടെ മൊഴിയാണ്. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ദിലീപിന്റെ വാദങ്ങൾ ഇവിടെ പൊളിയുകയാണോ? കാരണം പൾസറുമായി യാതൊരു ബന്ധവുമില്ല, കണ്ടിട്ടില്ല എന്ന തരത്തിലുള്ള ദിലീപിന്റെ മൊഴികൾ, അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ നൽകിയ മൊഴികളൊക്കെയും അപ്രസക്തമാകുന്നു എന്ന സൂചനയാണോ ലഭിക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരം ദൃശ്യങ്ങളെ ഏത് രീതിയിലാണ് പരിശോധിക്കുന്നത്? ഒപ്പം തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള, കാരണം ഒരുപക്ഷെ കാവ്യയുടെ ഈ വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനകൾ ഇതൊക്കെയും എന്ന് ചേർത്ത് വായിക്കുമ്പോൾ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത്? പ്രതീക്ഷ, ഈ പ്രതികൾ, പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ പിടിയിലാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ശേഷവും ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം രഹസ്യമായി പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയിലാണ് ഒരു ദിവസം, അതായത് ഈ സംഭവം നടക്കുന്നതിന് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പൾസർ സുനിയും ദിലീപും ഒരേ മൊബൈൽ ടവറിന്റെ ലൊക്കേഷന് കീഴിൽ ഉണ്ടായിരുന്നു
എന്ന് മനസ്സിലാവുന്നത് അത് 2016 നവംബർ 13 സ്വാഭാവികമായും ആദ്യം പൾസർ സുനിയെ ചോദ്യം ചെയ്തു. പൾസർ സുനിയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ നൽകിയ മൊഴി താൻ അവിടെ പോയി ദിലീപിനെ കണ്ടിരുന്നു, ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ ദിവസമായിരുന്നു, തൃശ്ശൂരിലായിരുന്നു, അത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു എന്നായിരുന്നു പൾസർ സുനി പോലീസിന് നൽകിയ മൊഴി. പിന്നീട് ദിലീപിനെ ചോദ്യം ചെയ്തപ്പോഴും ഇതേ ചോദ്യം പോലീസ് ദിലീപിനോട് ചോദിച്ചു. അപ്പോൾ ദിലീപ് പറഞ്ഞു താൻ അന്നും അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പൾസർ സുനി വന്നതായിട്ടോ ഒന്നും തനിക്കറിയില്ല, തനിക്ക് പൾസറിനെ അറിയില്ല, ഒരു തരത്തിൽ ഞങ്ങൾ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയോ തന്നോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പൾസർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും തന്നെ കാണാൻ ഉണ്ടായിരുന്നോ എന്നറിയില്ല, ഉണ്ടെങ്കിലും തന്നെ കാണാൻ വന്നതല്ല എന്നതായിരുന്നു മൊഴി. അതിനെ തുടർന്നാണ് പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നത്. പോലീസിന് മനസ്സിലായ കാര്യം ജോർജ് ഏട്ടൻ സ്ഫൂരത്തിന്റെ ചിത്രീകരണ ലൊക്കേഷനിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതിനെ തുടർന്ന് അവിടെ അന്ന് ഉണ്ടായിരുന്ന ആളുകളുടെയും ഒപ്പം ആ ഷൂട്ടിംഗ് നടന്ന പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും ഒക്കെ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു. അതിന്റെ ഭാഗമായാണ് 2 സെൽഫി ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചത്. അത് ഈ തൃശൂർ നഗരത്തിലെ പ്രമുഖ ക്ലബിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ്. ആ ക്ലബിലെ 2 ജീവനക്കാരുടെ 2 സെൽഫികൾ പോലീസിന് ലഭിച്ചു. ആ സെൽഫിയിൽ ഈ പൾസർ സുനി പിന്നിൽ ആയി നിൽക്കുന്നത് വ്യക്തമായി കാണാം. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കടമ്പ കടന്നിരിക്കുന്നു. 2016 നവംബർ 13 ഒരേ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്ന പൾസർ സുനിയും ദിലീപും ഒരേ ടവർ ലൊക്കേഷനിൽ മാത്രമല്ല ഒരേ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ആവശ്യമായ നിർണായക തെളിവാണ് പോലീസിന് ലഭിച്ചത്. ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സെൽഫി എടുത്ത 2 ജീവനക്കാരെ, ക്ലബിലെ ജീവനക്കാരെ പോലീസ് മൊഴി രേഖപ്പെടുത്തി അവരോട് വിശദമായി ചോദിച്ചറിഞ്ഞു. പൾസർ സുനിയെ കണ്ടിരുന്നോ, ദിലീപിനെ കണ്ടിരുന്നോ, പൾസർ സുനി ദിലീപും തമ്മിൽ സംസാരിച്ചിരുന്നോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അവരോട് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഏതെങ്കിലും കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് പോലീസിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വഴി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതായിരുന്നു. CCTV ദൃശ്യങ്ങൾ പക്ഷേ 1 മാസത്തിലധികം സൂക്ഷിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ഹാർഡ് ഡിസ്കിന് ഇല്ല എന്ന മറുപടിയാണ് സാങ്കേതികമായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകൾ അടഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ വഴി ആ സിനിമയുടെ ചിത്രീകരണം നടന്ന സമയത്ത് ഏതാണ്ട് 2016 നവംബർ 13 ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവിടെ. ശരി സാലി, തുടർന്നും എത്താം. ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി KB ഗണേഷ് കുമാർ രംഗത്ത് വരുന്നു. അമ്മ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചു, അമ്മ നടീനടന്മാർക്ക് നാണക്കേടെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു. സംഘടന പിരിച്ചുവിടണമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർക്കുന്നു. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം, അമ്മയുടെ യോഗത്തിന് ശേഷം ഗണേഷ് കുമാർ ഇത്തരത്തിൽ ഇപ്പോൾ ആഞ്ഞടിക്കാനുണ്ടായ സാഹചര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? പ്രജേഷ്, കഴിഞ്ഞ ദിവസം അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു പത്തനാപുരം MLA കൂടിയായ ഗണേഷ് കുമാർ. എന്നാൽ ഇതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് കണ്ടതിന് ശേഷം കാര്യങ്ങൾ വിശദീകരിച്ചതും അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെ ഒരു തെറ്റായ വ്യാഖ്യാനത്തോടു കൂടി പൊതുസമൂഹം കണ്ടു എന്നുള്ളതാണ് ഇത്തരത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പറയുന്ന കാര്യം ട്രസ്റ്റിന്റെ രൂപീകരണത്തോടു കൂടിയാണ് അമ്മ എന്ന സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. അമ്മ എന്ന സംഘടന പൊതുവിൽ നടീനടന്മാരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തന സജ്ജമാകേണ്ടിയിരുന്ന അമ്മ ഇപ്പോൾ നടീനടന്മാർക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സംഘടന പിരിച്ചുവിടണം. അവിടെ ലെസ്ലി അങ്ങനെ പറയുമ്പോൾ വിശദീകരണം വരുമ്പോഴാണ് അവിടുത്തെ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടേണ്ടത്. ഗണേഷ് കുമാർ പറയുന്നു താൻ നിരന്തരം ആവശ്യപ്പെട്ടു, പക്ഷേ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികൾ ഇന്നസെന്റ് അടക്കം ഇക്കാര്യത്തിൽ കാര്യമായി ഇടപെടൽ നടത്തിയില്ല എന്ന് പറയുമ്പോൾ അതേ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോടൊക്കെ പൊട്ടിത്തെറിച്ച് കാര്യങ്ങളൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഗണേഷ് കുമാറാണ്. ഇത്തരത്തിലൊരു വൈരുദ്ധ്യം നിലനിൽക്കെ ഇപ്പോൾ ഇത്തരമൊരു വിശദീകരണവുമായി ഗണേഷ് വരുമ്പോൾ ഏതർത്ഥത്തിൽ നമ്മൾ ഇത്തരം പ്രതികരണത്തെ എടുക്കേണ്ടി വരും?
ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു വാർത്താ സമ്മേളനവുമായി പ്രതിനിധികൾ എത്തുമ്പോൾ അത് സംഘടനയ്ക്കുള്ളിൽ നിന്നും അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു സംഘടനാ പ്രവർത്തന രീതിയിൽ മാത്രമാണ് ഗണേഷ് കുമാർ അന്ന് മാധ്യമങ്ങളെ നേരിട്ടത് എന്ന് വേണം നമുക്ക് ഈ കത്തിലൂടെ മനസ്സിലാകാൻ. കാരണം കമ്മിറ്റിക്കുള്ളിൽ ഗണേഷ് കുമാർ ഈ നടിക്കെതിരെ ഇത്ര ഹീനകൃത്യം ഉണ്ടായ ഘട്ടത്തിൽ ശക്തമായ നടപടി വേണമെന്ന് സംഘടനയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതാണ് ഈ കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. താൻ ഇക്കാര്യം ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. വളരെ ഹീനമായ ഒരു പ്രവൃത്തിയാണ് തൻ്റെ സഹപ്രവർത്തകയ്ക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് സംഘടന എന്ന രീതിയിൽ ഇതിൽ ശക്തമായ നിലപാട് സംഘടന സ്വീകരിക്കണമെന്ന ആവശ്യം ഗണേഷ് കുമാർ ഉയർത്തുകയുണ്ടായി. എന്നാൽ ഇതിൽ പ്രസിഡന്റ് ഇന്നസെന്റ് കാര്യമായി ഇടപെട്ടില്ല എന്ന പരോക്ഷമായ വിമർശനവും ഈ കത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സംഘടന ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപീകൃതമായ അമ്മ എന്ന സംഘടന അത് ശരിയായ ദിശയിലല്ല അതിന്റെ പ്രവർത്തനം. നടിക്ക് പീഡനം നേരിട്ടപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അമ്മയുടെ ഭാഗത്ത് ഉണ്ടാകണമായിരുന്നു. അതുണ്ടായില്ല. താൻ അക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നടീനടന്മാർക്ക് ആകെ നാണക്കേടുണ്ടായ സംഘടനയുടെ ലക്ഷ്യബോധത്തിൽ നിന്നും വ്യതിചലിക്ക് പ്രവർത്തിക്കുന്ന സംഘടന പിരിച്ചുവിടേണ്ടതാണ് എന്നാണ് അദ്ദേഹം 16 പേജുള്ള കത്തുകളിലൂടെ ഇന്നസെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ലെസ്ലി, ആ യോഗത്തിൽ അവിടെ ഗണേഷ് കുമാർ അടക്കം ഉണ്ടായിട്ട് കൂടി ഇക്കാര്യങ്ങളെ പ്രത്യക്ഷത്തിൽ പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ വലിയ സമ്മേളനം നടക്കുന്ന ആ വേദിയിൽ പറയാതെ ഇപ്പോഴെന്തുകൊണ്ട് പറയുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി വരുന്നു. ആ വേദിയിൽ ഇക്കാര്യങ്ങളൊന്നും പറയാതെ ഗണേഷ് കുമാർ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയർക്കുന്നു, മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഗണേഷ് ഇങ്ങനെ അവിടെ പറയാതെ കാര്യങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ ആത്മാർത്ഥമായി തന്നെയാണോ ഗണേഷ് കുമാർ ഇത്തരം ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തുന്നതെന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരുമോ? ഏറ്റവും പ്രധാനമായത് ഈ സംഘടനയുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. സംഘടന രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഈ സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യബോധത്തിൽ നിന്നും സംഘടന വ്യതിചലിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാന കാര്യം. കാരണം സിനിമ മേഖലയിലുള്ളവരുടെ, പ്രത്യേകിച്ച് സിനിമ നടീനടന്മാരുടെ ക്ഷേമത്തിന് മാത്രമല്ല മറ്റു ചാരിറ്റബിൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടായിരുന്നു അമ്മ ഉണ്ടായത്. എന്നാൽ നിലവിൽ അവസ്ഥയിൽ സംഘടന അപ്രസക്തമായി ആയിരിക്കുന്നു എന്നാണ്. അതായത് ജോയി മാത്യം അടക്കമുള്ള ആളുകൾ ആ യോഗത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെ അടക്കം പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും ഇപ്പൊ ഗണേഷ് കുമാർ അടക്കം രംഗത്ത് വരുന്നു. അപ്പോൾ ആ യോഗത്തിൽ പോലും വലിയ ഒരു വിഭാഗത്തിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണോ? കാരണം അമ്മ എന്ന സംഘടനയുടെ നിലനിൽപ്പിൽ പോലും വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഈ ഒരു വിഷയം ആത്യന്തിക വിഷയമായി മാറുകയാണോ ചെയ്യുന്നത്? കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ എന്താണ് ആ യോഗത്തെ കൂടി നമ്മൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മുഖവിലക്കെടുത്ത് വിശകലനം ചെയ്താൽ, അതിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോയാൽ? പ്രജേഷ്, അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായ തീരുമാനങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അത് ഒരു സംഘടനാ പ്രവർത്തന ശൈലിയുടെ ഭാഗമായി ഒരു സംഘടനയെ അതിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കും ആ സംഘടനാ പ്രവർത്തകർ എല്ലാം തന്നെ പ്രവർത്തിക്കുക. അത്രമാത്രമാണ് ഗണേഷ് ആ ഘട്ടത്തിൽ അത് ചെയ്തത് എന്ന് വേണം അദ്ദേഹത്തിന്റെ ഈ തുറന്ന് പറച്ചിലൂടെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കേണ്ടത്. പ്രധാനമായും അമ്മയുടെ മാതൃത്വം നഷ്ടമായി എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അംഗം കത്തിൽ കൂടി അതിന്റെ സെക്രട്ടറിയെ അറിയിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അമ്മ എന്ന ഒരു സംഘടന വളരെ അപ്രസക്തമായിരിക്കുന്നു. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. നടിക്കെതിരെ പീഡന ശ്രമമുണ്ടായ ഘട്ടത്തിൽ അതിൽ പ്രതികരിക്കേണ്ടിയിരുന്ന അമ്മ എന്ന സംഘടന തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ രീതി അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടന പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്ന ഒരു നിർദ്ദേശം കൂടി മുൻപോട്ട് വെച്ചാണ് 16 പേജുള്ള അദ്ദേഹത്തിന്റെ കത്ത് കൈമാറിയിരിക്കുന്നത്. പ്രജേഷ്, ലെസ്ലി, എന്തായാലും ഗണേശന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇത്തരത്തിൽ വലിയ പ്രതികരണങ്ങൾ ഒരുപക്ഷെ സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം പരോക്ഷമായി പറഞ്ഞിരുന്ന ഈ അഭിപ്രായമുള്ള ആളുകളൊക്കെയും ഇപ്പോൾ പ്രത്യക്ഷ അഭിപ്രായവുമായി രംഗത്ത് വരികയാണ്, നടീനടന്മാരടക്കം ഉള്ള ആളുകളൊക്കെയും. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടി ആക്രമിച്ച വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് അമ്മ പോവുകയാണോ?
തീർച്ചയായും പ്രജേഷ്, അമ്മയ്ക്കുള്ളിൽ തന്നെ, അമ്മ എന്ന സംഘടനയ്ക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ, രണ്ട് ചേരികൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ ഈ പീഡനത്തിനിരയായ നടിയുടെ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. രണ്ട് ഗ്രൂപ്പുകളായി ഇവർ തിരിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷം നടിക്കൊപ്പവും മറുപക്ഷം ആരോപണ വിധേയരായവർക്കും ഒപ്പം നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും പൊതുസമൂഹത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഇത്രത്തോളം പരസ്യമായി തന്നെ ഒരു കത്തയച്ചുകൊണ്ട് ഗണേശ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. താൻ ഇരയ്ക്കൊപ്പമാണ് എന്നുള്ള ഒരു നയം, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം സ്വന്തം മാതൃസംഘടനയ്ക്കെതിരെ അതിൻ്റെ മാതൃത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാരവാഹിക്ക് കത്തെഴുതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത്രയും നാൾ പ്രവർത്തന രീതിയിൽ നിന്നും വലിയ തോതിലുള്ള വ്യതിചലനം ഈ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്നു. ആ സംഘടന ആരാലോ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന സൂചനയാണ് ഈ 16 പേജുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തായാലും അമ്മ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന അതിൻ്റെ മാതൃത്വം നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നാണക്കേടായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം കത്തിലൂടെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. പ്രജീഷ്, അതായത് ലെസ്ലി, ഇപ്പോൾ കാരണം അമ്മയുടെ നേതൃത്വം അല്ലെങ്കിൽ അമ്മ അപ്രസക്തമാണ് എന്ന ഒരു പ്രസ്താവനയാണ് പ്രത്യേകിച്ച് ഗണേഷ് കുമാറിനെ പോലെ പറയുമ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാരവാഹിത്വത്തിൽ നിൽക്കുന്നു. മാത്രമല്ല ആത്മയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ആത്മ എന്ന സംഘടന കൂടി പ്രസിഡന്റ് കൂടിയാണ്. സിനിമ ഇങ്ങനെ വിവിധ മേഖലകളിൽ ഒരുപക്ഷെ നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം കൂടി പറയുമ്പോൾ കൂടുതൽ പേർ, കാരണം ഇതിൻ്റെ എത്രത്തോളം ന്യായീകരിക്കാൻ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് അടക്കം അല്ലെങ്കിൽ അമ്മയുടെ ഭാരവാഹികൾ അവിടെ ആ യോഗത്തിൽ ഒരുപക്ഷെ മൗനം വഞ്ചിച്ചവർക്കോ അല്ലെങ്കിൽ അവിടെ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച മറ്റംഗങ്ങൾക്കോ ഒക്കെ ഏത് രീതിയിൽ ഇപ്പോഴത്തെ കാര്യങ്ങളെ ന്യായീകരിക്കാൻ കഴിയും? പ്രജേഷ്, അമ്മ എന്ന സംഘടനയുമായി ഗണേശിനുള്ള ബന്ധം കേവലം ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, അതിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ മാത്രമല്ല, സിനിമാ മേഖലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അമ്മയുടെ പ്രവർത്തന രീതി, അമ്മയുടെ സ്പന്ദനം കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗണേശ്. അതുകൊണ്ട് തന്നെ നാളിതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യമുണ്ടായാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരംഗം കൂടിയാണ് ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത്ര പ്രസക്തമാകുന്നതും. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഈ കത്തിൽ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് സംഘടന ഏത് രീതിയിലാണ്, എന്താവശ്യത്തിന് വേണ്ടിയായിരുന്നു, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു സംഘടന രൂപീകരിച്ചത് എന്നുള്ളത് അദ്ദേഹം അക്കമിട്ട് നിരത്തി പറഞ്ഞതിന് ശേഷമാണ് ഇതിൽ നിന്നും ആ ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ട് മാറിയ ഇതിൻ്റെ മാതൃത്വം നഷ്ടപ്പെട്ട ഈ സംഘടന നടീനടന്മാർക്ക് എല്ലാവർക്കും ആകെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ പീഡനത്തിനിരയായ നടിക്ക് അനുകൂലമായ നിലപാട് അമ്മയ്ക്ക് സ്വീകരിക്കാൻ കഴിയാതിരുന്ന ഈ സാഹചര്യത്തിൽ ആകെ നാണക്കേടുണ്ടാക്കിയ സംഘടന പിരിച്ചുവിടാതെ മറ്റൊരു പോംവഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. പ്രജേഷ്, കടുത്ത പ്രതിരോധത്തിലേക്ക് പോകുകയാണ് അമ്മയ്ക്കെതിരെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അടക്കം ഈ കത്ത്, അതേസമയം ഈ കത്തിൽ ചില സ്ഥിരീകരിക്കേണ്ടി വരുന്ന ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഈ കത്ത് നേരത്തെ അമ്മയിൽ നൽകിയതായിരുന്നു ഗണേഷ് കുമാർ എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാജ്കുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. രാജ്കുമാർ, ഈ കത്തിലെ സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടോ? തീർച്ചയായും ഇക്കാര്യം നമുക്ക് ആ നടന്റെ പേര് നമുക്കിപ്പോ തൽക്കാലം വെളിപ്പെടുത്താൻ കഴിയില്ല. ഇക്കാര്യം നമ്മൾ അമ്മയുടെ ഈ ഭാരവാഹികളുടെ പ്രധാനിയോട് തന്നെയാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് വളരെ പഴയ ഒരു കത്താണ്. ആ സംഭവം ഉണ്ടാകുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു കത്ത് ഗണേഷ് കുമാർ നൽകിയത്. ഇത് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലാണ് അമ്മയുടെ ഭാരവാഹികൾ ഇന്നസെന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. ഇതിൽ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളിൽ ഇതിൽ നടിക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് വേണ്ടതെന്നാൽ ആ നിയമപരമായ സഹായങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു. ഈ തെറ്റിദ്ധാരണ ഗണേഷ് കുമാറിനെ ബോധ്യപ്പെടുത്തുകയും
അതിനുശേഷം ഗണേഷ് കുമാർ ഈ കത്ത് പിൻവലിക്കുകയാണ് ചെയ്തത് എന്ന് അമ്മ ഭാരവാഹി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രമുഖ ഭാരവാഹിയുടെ നടന്റെ പേര് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളത് പറയാത്തത്. അവിടെ രാജ്കുമാർ അങ്ങനെയാണെങ്കിൽ കൂടി കത്തിൽ അങ്ങനെയെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഗണേഷ് കുമാർ ഈ പറഞ്ഞ വസ്തുതകളൊക്കെ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ യഥാർത്ഥ അല്ല, അത് പിൻവലിച്ചോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഒക്കെ നൽകിയ പിന്നീടുള്ള കാര്യം യഥാർത്ഥത്തിൽ പറഞ്ഞ വസ്തുതകൾ എന്താണെന്ന് ഇതിൽ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഒരു നടിയും നടനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അമ്മയുടെ ഭാരവാഹികൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ച സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു നടീ നടന്മാർക്ക് വേണ്ടിയുള്ള ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ എല്ലാ കാര്യത്തിലും പിന്നിൽ നിന്ന് കട്ടൻ വലിക്കാനാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യമില്ല? ഈ സംഘടന പിരിച്ചുവിടണം എന്നുള്ള ഒരു ആത്മരോഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗണേഷ് കുമാർ അക്കാലത്ത് ഈ സംഭവം നടന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പ്രതികരിക്കുകയും ഇങ്ങനെ ഒരു DTP-യിൽ കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്തെടുത്ത് ഒപ്പിട്ട് നൽകിയ അദ്ദേഹത്തിന്റെ MLA എന്നുള്ള ആ മുദ്രയോടുകൂടിയ ആ കത്ത് തന്നെയാണ് അമ്മ ഭാരവാഹികൾക്ക്, അമ്മ സംഘടനയ്ക്ക് അദ്ദേഹം നൽകിയത്. ഈ നിലയിലാണെങ്കിൽ അമ്മ സംഘടന പോകുന്നതെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. ആർക്കും ഒരു ധാർമ്മികമായ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അതായത് രാജ്കുമാർ, അതായത് ആ കത്ത് നൽകുമ്പോഴും, കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി വെച്ച് നോക്കുമ്പോഴും വിശദീകരണം പോലും ഒരു പക്ഷേ ഒരു തെറ്റിദ്ധാരണയുടെ തലത്തിലേക്ക് വരികയാണോ? കാരണം അതിനുശേഷമായിരിക്കാം അവിടെ ഗണേഷ് കുമാറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴും യഥാർത്ഥ വസ്തുതകൾ അതിപ്പോൾ സംശയത്തിന്റെ നിഴലിൽ ആക്കം കൂടി വരികയാണ്. ആ തരത്തിലൊക്കെ നോക്കുമ്പോൾ ഇതിലെ യഥാർത്ഥ വസ്തുതകൾ അതേ തലത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഇതില് ഈ ഗണേഷ് കുമാർ ഇതിൽ ഗൂഢാലോചന സംബന്ധിച്ചോ അല്ലെങ്കിൽ നടി ആക്രമിച്ച സംഭവത്തിലെ പ്രതികരാണോ അത്തരം കാര്യങ്ങളിലല്ല ഗണേഷ് കുമാർ ഇടപെട്ടിട്ടുള്ളത്. ഗണേഷ് കുമാർ ഇടപെട്ടത് നമ്മുടെ സംഘടനയിലെ അംഗങ്ങൾ എന്ന നിലയിൽ അവർക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നതിനും രംഗത്ത് വരുന്നതിനും അവരെ പിച്ചു ചീന്താനുള്ള നടപടികൾക്കെതിരെ ആ ഇരയെ ഇതിൽ ആക്രമിച്ച സംഭവത്തിൽ ഇരയ്ക്ക് വേണ്ടുന്ന പിൻബലം നൽകുന്നതിനും അമ്മ സംഘടന പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അതായത് ദിലീപിനെ വേട്ടയാടുന്നതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അമ്മയുടെ അംഗങ്ങളായ രണ്ടുപേരാണ് ഇപ്പോൾ ഇത് സംഭവത്തിൽ വിവാദത്തിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ, അവരെ പിന്തുണച്ച് രംഗത്ത് വരുന്ന കാര്യത്തിൽ, ഇരയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അമ്മ സംഘടന പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു ഗണേഷ് കുമാർ MLA-യുടെ വിമർശനം. അത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം 12 പേജുള്ള DTP-യിൽ തയ്യാറാക്കിയ MLA എന്നുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കത്ത് തന്നെ ഈ സംഘടനയ്ക്ക് നൽകിയിരുന്നത്. ഈ കത്ത് അന്നത്തെ അമ്മ യോഗം ചർച്ച ചെയ്യുകയും ഭാരവാഹികൾ ഇക്കാര്യത്തിൽ ഗണേഷ് കുമാറിന്റെ തെറ്റിദ്ധാരണ നീക്കിയിരുന്നു. ഈ കത്ത് ഗണേഷ് കുമാർ പിൻവലിക്കുന്നതായി ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കത്തിന്റെ യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ള, ഇത് പഴയ കത്താണ് എന്ന് അമ്മയുടെ ഭാരവാഹി ഇന്ന് പീപ്പിൾ TV-യോട് നമ്മളോട് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും പുതിയ പ്രതികരണങ്ങൾ എന്തെങ്കിലും, കാരണം അവിടെ കൊല്ലത്താണല്ലോ ഗണേഷ് കുമാറും കൊട്ടാരക്കരയാണല്ലോ, അങ്ങനെ അദ്ദേഹത്തെ അതിനുശേഷമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ രാജ്കുമാറിന്? അല്പം മുമ്പ് പത്തനാപുരത്ത് ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ഗണേഷ് കുമാർ MLA മാധ്യമപ്രവർത്തകർ കണ്ടിരുന്നു. നമ്മളും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഇക്കാര്യത്തിൽ ആദ്യം തന്നെ അദ്ദേഹം രോഷാകുലനാവുകയാണ് ചെയ്തത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു യോഗത്തിലും പറഞ്ഞിട്ടില്ല എന്ന് ഗണേഷ് കുമാർ ഇത് പറയുകയായിരുന്നു. ഇതിൽ ആദ്യം ഈ കത്തിന്റെ കാര്യമല്ല അവിടെ പ്രാദേശിക മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. താങ്കൾ ഇങ്ങനെ പറഞ്ഞുവോ, യോഗത്തിൽ പറഞ്ഞുവോ എന്നായിരുന്നു ചോദ്യം. അക്കാര്യത്തിലാണ് ഗണേഷ് കുമാർ നിഷേധിച്ചത്. എന്നാൽ കത്തിന്റെ കാര്യം അദ്ദേഹത്തോട് സമ്മതിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗണേഷ് കുമാറിനെ ഫോണിൽ ലഭ്യമല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഇക്കാര്യത്തിൽ ഗണേഷ് കുമാറിന് ആദ്യം ഉണ്ടായിരുന്ന അതൊരു തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ ഒരു പ്രതിഷേധം മാത്രമായിരുന്നു. ആ തെറ്റിദ്ധാരണ മാറിയ സാഹചര്യത്തിൽ കത്ത് പിൻവലിച്ചു എന്ന് തന്നെയാണ് അമ്മയുടെ ഒരു പ്രമുഖ ഭാരവാഹി കൂടിയായിട്ടുള്ള നടൻ നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞത്. കുമാറാണ് കത്തിന്റെ സ്ഥിരീകരണം നൽകിയത്. കത്ത് സംബന്ധിച്ച് നേരത്തെ തന്നെ കത്തിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. കത്ത് നേരത്തെ ഗണേഷ് കുമാർ അമ്മയ്ക്ക് നേരത്തെ നൽകിയതും അതിനുശേഷം അത് പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ ഡെവലപ്മെന്റ് നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുന്നു. അതേസമയം അമ്മയ്ക്കെതിരെ ശക്തമായ രീതിയിൽ ആരോപണങ്ങൾ വരികയും ചെയ്യുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം.